ശകലം പോകാൻ എന്തോ വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് സമയത്തും പലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഇങ്ങനെ ജീവനോട്ടിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ആരാധനയും ബഹുമാനവും സമർപ്പിക്കുന്നു. അത്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും നഗരത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിരാസ്ഥാനങ്ങളെ ക്രമീകരിക്കുന്നവരുമായ ദൈവമായ കർത്താവേ, നീ ഭയങ്കരന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവരും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ഗോചരമില്ല. ആലോചനകളുടെ ആഴവും ഹൃദയങ്ങളും തിരുസന്ധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അഭിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളവാനും മനുഷ്യസംഹാരനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സരപുത്രനെ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരങ്ങളെ സുപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനുഷ്യരുമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താധികർത്താവ് ലോകങ്ങൾക്ക് മതിയായുമായുള്ളവയെ ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഇതിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാനമാരാകുമാർ മൂലം ഇവളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് നിന്നിവന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വളർത്തേണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടമായിരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാലുള്ള പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ.
ഇവളുടെ തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി കൊടുക്കണമേ. കൃപാപൂർണമായ വരം കൈകൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയായി ഇവളെ സഹായിക്കണമേ. ശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവ്വനും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതകൾക്ക് അനുമതി തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുനാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവരുടെ മേൽ ഉദിപ്പിക്കണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാധാരണ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജിച്ചു പോകത്തക്കോണം നിന്റെ മഹാകരുണയോട് ഉണ്ടാകുമാറാകണമേ. സന്നദ്ധാക്കണമേ. കർത്താവേ, നിന്റെ ആരാധനായ എല്ലാവരെയും എനിക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെളിപ്പെടുവാനും ജീവന്റെ
ദോഷികളായിരുന്നവർ അവരുടെ തീപ്പെട്ടികളെ എടുത്തു വന്നാൽ അവയോടുകൂടെ എണ്ണ എടുത്തിരുന്നില്ല. ഞാനുള്ള ഓരോ പാത്രത്തിൽ എണ്ണയും അവരുടെ തീപ്പെട്ടികളൂടെ എടുത്തു തന്നു. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ മസിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം കുറിയലായിസോനെന്ന് ഏറ്റു ചൊല്ലണം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഞാൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ വചനം ഞാൻ ആ സംഭവം നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. വലിയ കുബേരന്മാരും അല്ലെങ്കിൽ സ്ഥാനികളുമായിട്ടുള്ള ആളുകൾ തിരിച്ചറിയാൻ പാടില്ലാതെ കൊല്ലം ആശുപത്രിയുടെ കാർഷത്തിനകത്ത് നിരന്ന് കിടക്കുകയാണ്. ആട് ഹൃദയത്തെയാണ് അത് പൊടിക്കുന്നത്. എന്താണ് ഈ സംഭവം? അവരുടെ ദേഹത്തിൽ ഞാൻ കാണുകയുണ്ടായി. ഫയർ എഞ്ചിനെല്ലാം വന്ന് നിൽക്കുന്നു, ആംബുലൻസ് വന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ പ്ലെയിന് കുഴപ്പമൊന്നുമില്ല. കൺവേയിൽ അത് നിറങ്ങി സ്വല്പം ഇങ്ങോട്ട് മാറിയിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് പോകാതെ സ്വല്പം മാറിയിട്ട് അവിടെ നിൽക്കുകയാണ്. ആളുകളെല്ലാം ഇറക്കി. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണും. യോബ് നിങ്ങൾ അറിയുന്ന പ്രകാരം എന്തെല്ലാം ക്ലേശങ്ങൾ ശ്രമിച്ചു. അവസാനം യോബ് പറയുന്നത്, യഹോവയെ നീ തന്നു, ഇത്രയും നാൾ നീ അനുവദിച്ചു, ഇപ്പോൾ നീ എടുത്തു, നിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇത് മാത്രമേ നമുക്ക് പറയാൻ നിങ്ങൾക്ക്. തൻ്റെ ഏകജാതനായ പുത്രൻ ഭൂതലത്തിലേക്ക് വന്നു. ഒരു പുരുഷായുസിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തക്കാരൻ പറയും 80 എന്ന് പറയും. പകുതി പോലും തയ്ക്കാനായിട്ട് കർത്താവിന് സാധിച്ചില്ല. 33.5 വയസ്സ് പ്രായമായപ്പോൾ ഏകജാതൻ മരിക്കുകയാണ്. അത് മരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുരിശന്മേലാണ്. പക്ഷെ കർത്താവ് അതിനെക്കുറിച്ച് യാതൊരു ദുഃഖവും പ്രകടിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച്, പിതാവേ നീ എന്നെ ഞാൻ കൈവിട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ സന്ദർഭത്തിലാണ്, മക്കളെ എന്നെ ഞാൻ കൈവിട്ടില്ല. ആ പിതാവ് ദീർഘമായ കരം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. പുത്രൻ തമ്പുരാൻ തൻ്റെ ജീവനെ അവൻ്റെ കയ്യിൽ കരമേൽപ്പിച്ചു. നമ്മൾ ജീവിക്കുന്നതും നമ്മൾ കടന്നു പോകുന്നതുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അനുവാദപ്രകാരം ആയിരിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യം. വാങ്ങിപ്പോയിരിക്കുന്ന ആളുകൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നത്. ഒരു ശരിയാ പറയും, ഞാൻ നല്ല പോർപൊരുത്ത് ഓട്ടം നിറച്ച് വിശ്വാസം കാത്തി പോവുകയാണ് എൻ്റെ കിരീടം പ്രാപിപ്പാനായി. നമുക്കിവിടെയുള്ള താമസം എന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമായൊരു സമയം മാത്രമേ. അപ്പുറത്തോട്ട് നോക്കുകയാണെന്ന വരിയിൽ കർത്താവിന് അർപ്പിക്കുന്നുണ്ട്. എൻ്റെ ദിവസങ്ങളെ കാണാൻ അബ്രഹാം ആഗ്രഹിച്ച് കണ്ട് സന്തോഷിച്ചിരിക്കുന്നു. അബ്രഹാം തുടങ്ങി ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, അത് കഴിഞ്ഞ് കർത്താവ് വരെ 14. 14 42 തലമുറകൾക്ക് മുമ്പ് ജീവിച്ചവനായ അബ്രഹാം എങ്ങനെ കർത്താവിനെ കണ്ട് സന്തോഷിച്ചു. ആകെ ആ സ്നേഹിതരെ, നാം ജീവിക്കുന്നതും നാം ഇവിടുന്ന് കടന്നു പോകുന്നതും മരിക്കുന്നു. ഇവിടുത്തെ കാൽപിതാവാകുന്ന മോർ ഇഗ്നാത്തിയോസ്, ഞാൻ റോം ചെന്ന സ്റ്റേഡിയം കാണുകയുണ്ടായി. വന്യമൃഗങ്ങൾ കടിച്ചു കൂടി മരിക്കും. അവർക്ക് ആ മരണത്തെക്കുറിച്ചൊരു പേടിയല്ല. അനേകം ആളുകൾ മരിക്കാനായിട്ട് സന്നദ്ധരായി വരികയാണ് കർത്താവ്. അപ്പോൾ ജൂലിയൻ പറയുകയാണ്, അത് നമ്മൾ ഓർക്കേണ്ടതാണ്.
ചക്രവർത്തിമാരായിരുന്നാലും പത്രികീസന്മാരായിരുന്നാലും മാർപ്പാപ്പമാരായിരുന്നാലും ആര് തന്നെയായിരുന്നാലും മരണം എല്ലാവരെയും ഇടിച്ചു നിരത്തും. മറ്റമില്ല. ആകയാൽ അതിനപ്പുറം നമുക്ക് കാണാമെന്നൊരു ഭാഗ്യമാണ് നിങ്ങളുടെയും എൻ്റെയും സമാധാനം. അതല്ലേ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ വരികയാണ് കിരീടം കാണുന്നത്. ഈ കർത്താവിൻ്റെ ദാസി അസുഖമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്ന് പറയുന്നത് അവൾ ദൈവത്തോട് കുറേ കൂടെയാണ്. പൊന്ന് ഉരുകിയെങ്കിലേ അത് തങ്കമാകും. തങ്കം ഉരുകിയാൽ ഭയപ്പെടും. ഈ നിൻ്റെ മകളെ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഇമ്പപ്പെടുത്തണം. ആ ബുദ്ധിയുള്ള കന്യമാരോടൊപ്പം ഉള്ളേ നീ വശിപ്പിക്കുന്നു. ആ സ്വർഗീയ ആരാമത്തിൽ ഉള്ളേ നീ ആനന്ദിക്കുന്നു. ആ സ്വർഗീയ ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. അവിടെ വേർപാട് ദുഃഖിക്കുന്ന ഭാരപ്പെടുന്ന ഹൃദയങ്ങൾ അവർക്ക് നീ തന്നെയാണ് സമാധാനം. അവിടെ വിചാരിച്ചെങ്കിൽ മാത്രമേ സമാധാനം കിട്ടുവാൻ സാധിക്കൂ. അവർക്കും ആവശ്യമായ സമാധാനം കൊടുക്കും. കാരുണ്യവാനായും ഒരു കൽപ്പനയാൽ കൂട്ടിക്കൊണ്ടുപോലെ കർത്താവിൻ്റെ താമസം ഭക്തങ്ങളോട് വസിപ്പിക്കുക, മാലാകമാരോട് ചേർക്കും. വേർപാടിക്കുന്ന എല്ലാവർക്കും ദൈവമായ ശാന്തി സമാധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാലെയും കർത്തൂതനത്തിനുള്ളത്താലെയും താൽക്കാലികമായി ആയുസ്സെന്നാലെയും കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഇതിൻ്റെ ദാസിക്ക് ഇവരുടെ സഹായത്തിനായിട്ട് മാലാഖമാരുടെ പാളയത്തിൽ നീ കൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ മേൽ ഒഴിക്കപ്പെടുന്ന തൈലം മുഖാന്തരമായി ഇവരുകളാവ് സൈന്യങ്ങൾക്ക് പിടിക്കപ്പെടാത്തതായിട്ട് ഇവിടെ നീ ആഗ്രഹിക്കുന്നു. പോരാട്ടത്തിനുള്ള വിശ്രമത്തിൽ പരിശുദ്ധമുള്ള ആനന്ദത്തിനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ നിത്യനായിട്ട് കരയിൽ ഒഴിക്കപ്പെടുന്നു. അതോടി നടന്നോളെ ചതുർഭുവനത്തെ മരണസുഖത്തിൽ ബന്ധിച്ചൊരു പദവികളിൽ നിന്നും ഭീകരരാകും വിധികർത്താക്കളെ മരണത്തിൽ നിന്നും അല്ല ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രകാരം കണ്ടാണ് ഞങ്ങളുടെ കർത്താവെ നിലവിലുള്ള പിതാവിന്റെ ദാസിയിൽ നിവർത്തിക്കപ്പെടുന്നു. പാറയ്ക്കുമോ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കണം ദേവാദാസിക്കണമേ നിർത്തണമേ വരമായി വളേ ദളിതരും ഭാവികളുമായി കുടിക്കുന്നു. സമാധാനം
നേരമൊക്കെ ഞങ്ങൾ ജീവനോടിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ വ്യക്തികളെ ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്തോളാനുസാരവും ആത്മാവിനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസാപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരൂഹായാൽപ്പെട്ട മൂന്നാം ദിവസത്തേറ്റ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ ഞങ്ങളവരെ മരിച്ചൊരു വിധിപ്പാൻ വലിയ മൊത്തത്തോടെ ഇനി വരുവാനിരിക്കുന്നു തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ പെൺകൃപ ഹല്ലേലൂയ ഭക്തന്മാരുടെ ദൈവം കൃപ ചെയ്യും. ആകാശത്തെയും